നമസ്കാരം. നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ കരമനയാറും കിള്ളിയാറും ഇന്ന് ചരമഗീതം എഴുതി മരണം കാത്ത് ഒഴുകുകയാണ്. തെളിനീരൊഴുകിയിരുന്ന ആറിൽ മാലിന്യം വന്ന് അടിഞ്ഞും അനധികൃത കയ്യേറ്റ നിർമ്മാണവും കാരണം ഗതി മാറി ഒഴുകുകയാണ്. കിള്ളിയാർ പദ്ധതി പകുതിയിൽ നിലച്ചതോടെ ആറിൻ്റെ ശനിദശയും ആരംഭിച്ചു. മുമ്പ് ജനപങ്കാളിത്തത്തോടെ ആറ്റിൽ നിന്ന് നീക്കം ചെയ്ത മാലിന്യം മഴയിൽ തിരികെ കിള്ളിയാറിൽ തന്നെ ഒഴുകിയെത്തി. ആറിൻ്റെ വശങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങളും മാലിന്യം തള്ളലും ഇപ്പോഴും യഥേഷ്ടം തുടരുകയാണ്. ആറിൻ്റെ ഇരു കരകളിലുമുള്ള കയ്യേറ്റങ്ങൾ കണക്കെടുപ്പ് നടത്തണമെന്ന് പ്രഖ്യാപനവും വെറും വാക്കായി. സ്വന്തമായി ശുചിമുറി മാലിന്യം സംസ്കരണത്തിന് സംവിധാനമില്ലാത്ത ആറിൻ്റെ കരകളിൽ താമസിക്കുന്നവർക്ക് സ്റ്റെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിന് സംവിധാനമൊരുക്കാനുള്ള പദ്ധതിയും വെളിച്ചം കണ്ടില്ല. മാലിന്യം നിറഞ്ഞൊഴുക്ക് നിലച്ച കിള്ളിയാറിനെ സംരക്ഷിക്കാൻ കിള്ളിയാർ ഒരുമ എന്ന പേരിൽ ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ആറിൻ്റെ ഉത്ഭവ സ്ഥലമായ കരിഞ്ചാത്തിമൂല മുതൽ വഴയില പാലം വരെയുള്ള ഭാഗവും 31 കൈവഴികളും 2 ഘട്ടങ്ങളിലായി ജനപങ്കാളിത്തത്തോടെ ശുചീകരിച്ചു. ആറിൻ്റെ ഒഴുക്ക് തടഞ്ഞ മരങ്ങളുടെ കൊമ്പുകൾ മാറ്റിയും പുഴയിലടിഞ്ഞ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും അന്ന് നീക്കം ചെയ്തിരുന്നു. ആയിരങ്ങളാണ് ആവേശത്തോടെ ഇതിൽ പങ്കാളികളായത്. നവീകരണത്തിന് ശേഷം തീരത്ത് കേരള ബാംബു കോർപ്പറേഷനും ബാംബു മിഷനും 5000-ഓളം മുളം തെങ്ങുകളും നട്ടുപിടിപ്പിച്ചു. കിള്ളിയാറിന്റെ തീരത്ത് കിള്ളിപ്പാലം മുതൽ ചിറപ്പാലം വരെയുള്ള ബണ്ട് റോഡ്, അനധികൃത കെട്ടിടങ്ങൾ, കയ്യേറ്റങ്ങൾ, നിർമ്മാണങ്ങൾ ഇവിടെ വിളനിലമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ നിരവധി പരാതികളാണ് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകர்கள் നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങള്, ദൃശ്യമാധ്യമങ്ങള് ഈ കയ്യേറ്റങ്ങൾ, വാർത്തകൾ അധികാരികളുടെ ശ്രദ്ധയിൽ പലവട്ടം ഞങ്ങൾ പൊതുപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്നേ വരെ യാതൊരു നടപടികളും സ്വീകരിക്കുവാൻ അധികാരികൾ, അത് ഈ മേജർ ഇറിഗേഷൻ ആയിരുന്നാലും ശരി തന്നെ, കോർപ്പറേഷൻ ആയിരുന്നാലും ശരി തന്നെ, നമ്മുടെ ഇവിടെ വേണ്ടുള്ള റവന്യൂ വിഭാഗമായിരുന്നാലും ശരി തന്നെ, ഇവരൊന്നും ഒരു നടപടിയും സ്വീകരിക്കാതെ വളരെയധികം ഖേദകരമായ, ദുഃഖകരമായ കാര്യമാണ്. ബണ്ട് റോഡിലെ കട്ടക്കാൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു 3 സ്റ്റാർ കണ്ണടയുണ്ട്. നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഉടമസ്ഥൻ ഭീകരമായ രീതിയിലാണ് ആറ്റുപുറമ്പോക്ക് കയ്യേറിയിരിക്കുന്നത്. ആ കണ്ണാടിക്കടക്കാരൻ ആകപ്പാടെ ഉള്ളത് 1.5 സെന്റോത്തരാണ് ഉള്ളത്. പക്ഷെ ആ ആറ്റിന്റെ കരയിൽ മുഴുവൻ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും അതിനുപരി ആ കാറ്റ് പുറമ്പോക്ക് സ്ഥലം കയ്യേറി ഗ്ലാസുകളൊക്കെ വെച്ചുകൊണ്ട് ഗ്ലാസിന്റെ പണികൾ ആരംഭിച്ച് ആ പണികളുടെ ഫലമായിട്ട് അവിടുത്തെ ഗ്ലാസ് കട്ടിങ്ങിന്റെ പൊടികള്, അതുപോലെ തന്നെ വേസ്റ്റുകള് ഇതെല്ലാം ആറ്റിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഗ്ലാസ് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരെ വരാനുള്ള സാഹചര്യം സംജാതമാകുന്നത്. ആ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മേജർ ഇറിഗേഷന് കൊടുത്തിട്ടുണ്ട്, റവന്യൂ വിഭാഗത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരം നഗരസഭ, കോർപ്പറേഷൻ മേയർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേവരെ നാളിതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കർണാടകയുടെ ചേർന്ന് സമാനമായിട്ട് ഒരു ഹാർഡ്വെയർ കടയുണ്ട്. ആ കട രണ്ട് കടകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് തീരുമാനിച്ചത്. അവരെ ഈ 6 പുറമ്പോക്ക് കയ്യേറി. അതിൽ ഒരു കട പൂർണ്ണമായും പണി ചെയ്തു. ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ട് ഈ പണി ചെയ്യുന്ന സമയത്ത് കോർപ്പറേഷൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതല്ലാതെ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തൊരു തിരിയുന്ന സമയത്ത് തന്നെ വീണ്ടും പണി ആരംഭിക്കുകയാണ്. വീണ്ടും അങ്ങനെ പണി ചെയ്ത് ആ കട തന്നെ 2 കടയിൽ ഒരു കട പൂർണ്ണമായിട്ടും പണി തീർത്ത് ഉദ്ഘാടനവും കഴിഞ്ഞു. അവിടെ കച്ചവടവും നടക്കുകയാണ്. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കുടിവെള്ള കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഈ കടയ്ക്ക് ലൈസൻസ് ഉണ്ട്. ഇതെല്ലാം അനധികൃതമായിട്ട് തന്നെ ഈ അനധികൃത കയ്യേറിക്കൊണ്ട് എടുക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ബിൽഡിങ്ങിൽ അനധികൃതമായി നമ്മുടെ നഗരസഭ തന്നെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ നോട്ടീസ് കൊടുക്കുന്നത് നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായി കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളോ കയ്യേറ്റങ്ങളോ നടക്കുന്ന സമയത്ത് അവർ വന്ന് നോട്ടീസ് കൊടുക്കും, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. സ്റ്റോപ്പ് മെമ്മോക്ക് പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. എന്നാൽ അതിന് അടുത്ത സ്റ്റെപ്പ് എടുക്കുവാൻ വേണ്ടി നമ്മുടെ നഗരസഭയുടെ അധികാരികളൊന്നും തന്നെ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഈ ബണ്ട് റോഡിന്റെ തീരദേശ പരിപാലന നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ബണ്ട് റോഡ് കയറുന്ന ഇൻസൈഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബഹുനില കെട്ടിടമുണ്ട്. ആ കെട്ടിടം മുഴുവൻ
നമ്മുടെ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് തീരദേശ പരിപാലന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അത് കെട്ടിടത്തിന് പെർമിറ്റ് കൊടുത്ത കെട്ടിടം ബഹുനില കെട്ടിടം അവിടെ ഉള്ളത്. ഇതൊക്കെ അധികാരികളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ഫോട്ടോ ഇപ്പോൾ തരാം. അതില് 2014 കിള്ളിയാറിന്റെ തീരം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ 2015 ഒരു ഷെഡ്, ഒരു ഗോഡൌൺ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 2023 ഇപ്പോൾ 6 മുറി കടയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 6 മുറി കട. അതിൽ 2 കടകളുടെ പൂർണ്ണമായും പണി പൂർത്തീകരിച്ചു. 2014 മുതൽ 2029 വരെയുള്ള 9 വർഷക്കാലത്തിനിടയ്ക്കുള്ള ഫോട്ടോയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. കിള്ളിയാറിന്റെ തീരത്ത് ആ പുറമ്പോക്ക് ഭൂമിയായിട്ട് മണ്ണടിച്ചിട്ടിരിക്കുന്ന ചിത്രമാണ് 2014 ഞാൻ നിങ്ങളെ നിർമ്മാണം നടത്തുന്നതും ഒക്കെ ഈ ക്രിസ്മസ് അവധി, ഓണം അവധി, ഇങ്ങനെ ഒരു 2 or 4 or 5 ദിവസം നീണ്ട അവധി ദിനങ്ങളിലാണ് ഇവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരുടെയും നഗരസഭയുടെ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരുടെയും അവരുടെ ഒത്താശയോടെ കൂടിയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. ഇതിനെതിരെ ചോദിക്കാനും പറയാനും ഒന്നും ഇവിടെ ആരുമില്ല. നിയമപരമായിട്ട് നിയമത്തിന്റെ ചട്ടങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരിപാവനമായ ലോകപ്രസിദ്ധമായ ആറ്റുകാൽ ദേവി ക്ഷേത്രം കുടികൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ബണ്ട് റോഡിന്റെ തീരം. അതായത് കിള്ളിപ്പാലം മുതൽ ചിറപ്പാലം വരെയുള്ള റോഡ് എന്ന് പറയുന്നത്, ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് പൊങ്കാല സമയത്ത് VVIP റോഡാണ്. അവിടെ പൊങ്കാലകളൊന്നുമില്ല. അവിടെ ഭക്തജനങ്ങൾക്ക് വന്നു പോകാൻ സുഗമമായി വന്നു പോകുവാനും മറ്റ് അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിനോ പോലീസ് സംവിധാനത്തിനോ പെട്ടെന്ന് എത്തിച്ചേരുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ ബണ്ട് റോഡ്. ഈ ബണ്ട് റോഡില് ഇപ്പോഴതൊരു ആക്രി റോഡായി മാറിയിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അനധികൃതമായ ആക്രിക്കടകൾ 13 അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നഗരസഭ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് നഗരസഭ തന്നെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 13 ആക്രിക്കടകൾ അവിടെ അനധികൃതമായി പ്രവർത്തിക്കുന്നു. അവിടെ 83 കെട്ടിടങ്ങൾ അനധികൃതമാണ് എന്നുള്ളത് നഗരസഭയുടെ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തന്നെ തന്നതാണ്. അതുപോലെ ആക്രിക്കടകൾ കാരണം മാത്രമല്ല, ഈ വർക്ക്ഷോപ്പുകളുണ്ട്. ഈ വർക്ക്ഷോപ്പുകളിൽ പൊളിക്കുവാൻ ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടം ചെയ്യുന്ന വാഹനങ്ങൾ കൊണ്ട് ഇരുവശത്തും ഇട്ടിരിക്കുന്നു. ആ വാഹനങ്ങളിടയിലെ രാത്രികാലങ്ങളിൽ മയക്കുമരുന്നും മദ്യപാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു പ്രദേശമായി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമായി മാറിയിരിക്കുന്നു. അതുവഴി കാൽനടക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഈ ആറ്റുകാൽ നമ്മുടെ ഈ ബണ്ട് റോഡിനെ ഒരു മാതൃകാ റോഡാക്കി നഗരസഭയുടെ അധികാരികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ PWDയുടെ ഉദ്യോഗസ്ഥരും ഒരു മാതൃകാ റോഡാക്കി ഉയർത്തുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. കിള്ളിയാർ ഒഴുകുന്ന കരിഞ്ചാത്തി മൂല മുതൽ വഴയില വരെ 22 കിലോമീറ്റർ പ്രദേശത്താണ് മുളയും ഈറയും നട്ടുപിടിപ്പിച്ചത്. എന്നാൽ നട്ട മുളകളിലൊന്നുപോലും കിളിർത്തില്ല. മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കിള്ളിയാർ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം പൂർത്തിയായപ്പോൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന കിള്ളിയാർ സിറ്റി മിഷൻ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലുമായിരുന്നു. ജനകീയ പങ്കാളിത്തത്തോടെ ഏകദിന ശുചീകരണം നടത്തിയ ശേഷം തുടർ നടപടികൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. 2ാം ഘട്ടത്തിൽ യന്ത്രസഹായത്തോടെ മാലിന്യം നീക്കുമെന്ന പ്രഖ്യാപനവും നടന്നില്ല. കോർപ്പറേഷൻ ഏരിയ ഒഴികെയുള്ള കിള്ളിയാറിൻ്റെ തീരം അളന്ന് തിട്ടപ്പെടുത്തുന്ന പണിയാണ് പിന്നീട് നടന്നത്. പ്രത്യേക സർവേ സംഘം രൂപീകരിച്ചാണ് തീരം അളന്നത്. അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു പോയതല്ലാതെ കയ്യേറ്റം ഒഴിപ്പിക്കാനോ പദ്ധതിയിൽ പ്രഖ്യാപിച്ചതുപോലെ തീര സംരക്ഷണം, തീരവികസനം തുടങ്ങിയവ നടപ്പിലാക്കാനോ കഴിഞ്ഞില്ല. ചെക്ക് ഡാം, നടപ്പാത, വേലി നിർമ്മിക്കുന്നതിനാവശ്യമായ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരുന്നത്. 8.25 കോടിയുടെ എസ്റ്റിമേറ്റ് ജലസേചന വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും തുടർ നടപടികൾ കടലാസിലൊതുങ്ങി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.